ഈ പ്രാവശ്യം ഉയർന്നു പൊങ്ങിയപ്പോൾ ഫൈനൽ മത്സരം ഇതാ ജഗന് ദ ഡേഞ്ചറസ് മാൻ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു വെച്ച താരത്തിനെ പടിയിറക്കുന്നു. ആദ്യ വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അഭിജിത്ത് കവചം നഷ്ടമായെങ്കിൽ ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത് ടേക്കൺ ജഗൻ സെറ്റിലേക്ക് ഒരു റൺസ് കൂടെ നേടുന്നു. ഒരു ഫ്രീ ഹിറ്റിലേക്ക് ബൈ അരുൺ. ഓക്കെ, 3 ഓവർ മത്സരമാണ്. അതുകൊണ്ട് സമയപരിധി അടിസ്ഥാനപ്പെടുത്തി ലൈനപ്പ് ചെയ്യേണ്ട. മത്സരത്തിന്റെ ടീമുകൾ എത്രയും പെട്ടെന്ന് തന്നെ മത്സരത്തിലേക്ക് ഇറങ്ങുക. ഫൈനൽ മത്സരം കൊട്ടാരക്കരയുടെ കായിക പ്രേമികളെ ബോയ്സിന്റെ മൈതാനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 18 ടീമുകൾ മാറ്റുരച്ച മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഇതാ 2 ടീമുകൾ ബ്ലാക്ക് ക്യാപ്സ് ആൻഡ് മാസ്റ്റർ മൈൻഡ് ഗ്രാൻഡ് ഫിനാലെ. ആദ്യ വിക്കറ്റ് ആദ്യ പന്തിൽ തന്നെ അഭിജിത്ത് കവചമെന്ന താരത്തിന്റെ വിക്കറ്റ് സ്വന്തമാക്കുന്നു. ഏതൊരു പടിയിറക്കാൻ ബ്ലാക്ക് ക്യാപ്സിന് ആശ്വസിക്കാവുന്ന തരത്തിലേക്ക് മികച്ച ഒരു വിക്കറ്റ് തന്നെ നേടിയെടുക്കുന്നു. വീണ്ടും ഒരു സെൻസിബിൾ ഇന്നിംഗ്സിലേക്ക് ചന്ദ്രചന്ദ്രൻ ഒരു സിംഗിൾ റൺസ് കൂടെ എടുത്തുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തു നിൽക്കുന്നു. ഏസ് ബാറ്റിംഗ് എൻഡിൽ വീണ്ടും ശ്രീശാന്ത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മറുപടി നൽകുന്നു. അവിടെ ഒരു 6 തന്നെ ബ്ലാക്ക് ക്യാപ്സിന്റെ സ്കോർ. അഭിജിത്ത് കവചം നഷ്ടമായെങ്കിൽ ഇതാ ഒരു പവർ ഹൗസിലേക്ക് നെക്സ്റ്റ് ബാറ്റ്സ്മാൻ എത്തിച്ചു. വീണ്ടും ഒരു കംബാക്ക് തിരിച്ചു നൽകി. ശ്രീധർഷ് ഒരു വിക്കറ്റ് കൂടെ നഷ്ടമാകുന്നു. ശ്രീശാന്ത് ശ്രീശാന്ത് ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത് ഒരു പക്ഷേ ആദ്യ ഓവറിൽ കവചത്തെ മടക്കി അയച്ചെങ്കിൽ ആ ഓവറിൽ തന്നെ 2 സിക്സറുകൾ നേടിയ താരം ശ്രീശാന്ത്. പിഴുതെടുക്കുന്നു. വീണ്ടും വിഷ്ണു എന്ന താരത്തിന്റെ 1 ബോൾ റിമൈനിംഗ് ദിസ് ഓവർ. വീണ്ടും സ്റ്റേറ്റിലേക്ക് ഒരു റൺസ് കൂടെ നേടിയെടുക്കുന്നു. ഗുഡ് റണ്ണിംഗ് 2 ഓവർ. ഒരു മികച്ചൊരു വീണ്ടും ഒരു റൺസ് കൂടെ കൺസീൽഡ് ചെയ്യുന്നു സ്കോർ ബോർഡിൽ. 3ാമത്തെ വീണ്ടും കണക്ഷൻ കൃത്യമാർന്ന രീതിയിൽ അവിടെ കണക്ട് ആകുന്നില്ല. വന്നുകൊണ്ടുള്ള ഒരു ഷോട്ട്
ഗുഡ് റണ്ണിംഗ്. ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത് ചെക്കൻ കൃത്യമാർന്ന രീതിയിൽ തന്നെ അതിനെ കളക്ട് ചെയ്യുന്നു. 21 വീണ്ടും ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത് വീണ്ടും ജഗന്റെ കൈകളിൽ സുരക്ഷിതമാകുന്നു. അനദർ വിക്കറ്റ്. തുടരെ വിക്കറ്റുകൾ എടുക്കുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 21 വിജയലക്ഷ്യം. 22 റൺസ് വിജയലക്ഷ്യം. കമന്ററി ബോക്സിംഗ് നമ്മളോടൊപ്പം ചേരുന്നു മിച്ചു. മത്സരം കണ്ടിട്ട് താങ്കൾക്ക് എന്താണോ പറയാനുള്ളത്? തന്നെ സമ്മാനദാന ചടങ്ങിലേക്ക് സിംഗിൾ റൺസ് കൂടെ കൺസീൽഡ് ചെയ്യുന്നു. സ്കോർ ശ്രീരാജ് പട്ടാഴിയും ഒരു വലിച്ചുള്ള ഒരു അടിക്ക് മുതിരുന്നില്ല. ഒരു ഇറങ്ങി വന്നുകൊണ്ടുള്ള ഒരു ഷോട്ടിനായുള്ള ഒരു ശ്രമം. പക്ഷേ ഈ പ്രാവശ്യം ഉയർന്നു പൊങ്ങിയപ്പോൾ ഫൈനൽ മത്സരം ഇതാ ജഗന് ദ ഡേഞ്ചറസ് മാൻ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു വെച്ച താരത്തിനെ പടിയിറക്കുന്നു. ആദ്യ ഓവറിൽ ഓവറിൽ കവചത്തിന്റെ വിക്കറ്റ് പോയോ അതേ രീതിയിൽ തന്നെ ഇഷാൻ മോഹൻ സിംഗിളിന് ശ്രമിക്കുന്നില്ല. വീണ്ടും ഒരു ഡോട്ട് ബോൾ. വീണ്ടും വീണ്ടും സെറ്റിലേക്ക് ഒരു റൺസ് കൂടെ നേടുന്നു. ഒരു ഫ്രീ ഹിറ്റിലേക്ക് ഒരു മികച്ച ഒരു കംബാക്ക് ഫ്രീ ഹിറ്റ് ബോളോ. കൂട്ടിച്ചേർക്കുമ്പോൾ ഫൈനൽ മത്സരം 12 എന്ന സ്കോറിലേക്ക്. ഇനി 9 പന്തിൽ ക്രിക്കറ്റ്. വീണ്ടും ഒരു റൺസ് കൂടെ കൺസീൽഡ് ചെയ്യുന്നു സ്കോർ ബോർഡിൽ. 13 എന്ന സ്കോർ. ഒരു റൺസ് കൂടെ എക്സ്ട്രാ കൺസീൽഡ് ചെയ്യുന്നു സ്കോർ ബോർഡിൽ. വീണ്ടും വിജയലക്ഷ്യം. ഇനിഷ്യം 8. വീണ്ടും ഒരു സിംഗിൾ റൺസ് കൺസീൽഡ് ചെയ്യുന്നു. 6 പന്തിൽ വിജയലക്ഷ്യം 7. നെക്സ്റ്റ് ബോളർ ശ്രീശാന്ത്. വീണ്ടും ഒരു റൺസ് എക്സ്ട്രാ കൺസീൽഡ് ചെയ്യുന്നു. ഒരു ലെഗ് ബൈയിലൂടെ ഒരു റൺസ് കൂടെ നേടിയെടുക്കുമ്പോൾ 5. മികച്ചൊരു ഷോട്ടിനായുള്ള ഒരു ശ്രമമായിരുന്നു. 2 റൺസിന് അത് മുതിരുന്നില്ല. 1 റൺസ് മാത്രം നേടി. കപ്പിൽ മുത്തം വെക്കുന്നു. 18 ടീമുകൾ മാറ്റുരച്ച ഈ മത്സര വീതിയിൽ ഇതാ ചാമ്പ്യന്മാരായി ബ്ലാക്ക് ക്യാപ്സ്. റണ്ണേഴ്സപ്പായി മാസ്റ്റർ മൈൻഡ്